ശ്രുതിസ്മൃതിപുരാണാനാം ആലയം കരുണാലയം നമാമി ഭഗവത്പാദം ശങ്കരം ലോകശങ്കരം ശങ്കരം ശങ്കരാചാര്യം കേശവം ബാദരായണം സൂത്രഭാഷ്യകൃതം വന്ദേ ഭഗവന്തോ പുനഃ പുനഃ. ഓം ഭദ്രം കർണേഭിഃ ശൃണുയാമദേവാഃ ഭദ്രം പശ്യേമാക്ഷഭിഃ യജത്രാഃ സ്ഥിരൈരംഗൈഃ തുഷ്ടുവാംസതനൂഭിഃ വ്യശേമ ദേവഹിതം യദായുഃ ഭദ്രം नो അഭിവാദയമനഃ. ഓം ശാന്തി ശാന്തി ശാന്തി. എല്ലാവർക്കും നമസ്കാരം. മുണ്ടക ഉപനിഷത്തിലെ രണ്ടാം മുണ്ടകത്തിലെ രണ്ടാം കാണ്ഡത്തിലെ അഞ്ചാമത്തെ മന്ത്രം. യസ്മിൻ ദ്യൗ പൃഥിവീ ച അന്തരീക്ഷമോതം മനഃ സഹ പ്രാണൈശ്ച സർവൈഃ തമേവൈകം ജാനഥാത്മാനഃ മന്യാവാചോ വിമുഞ്ജധാമൃതസ്യൈഷ സേതുഃ. യസ്മിൻ ആരിൽ, ദ്യൗ ദ്യൗവും, പൃഥിവി പൃഥിവിയും, അന്തരീക്ഷം അന്തരീക്ഷവും, ആകാശവും ഭൂമിയും അന്തരീക്ഷവും, സർവൈ പ്രാണൈച സഹ എല്ലാ പ്രാണങ്ങളോടും കൂടി, മന ച മനസ്സും, ഓതം ഓതമായിരിക്കുന്നുവോ സമർപ്പിക്കപ്പെട്ടിരിക്കുന്നുവോ, ഏകം ഏകനായ അദ്വിതീയനായ, തം ഏവ അവനെ തന്നെ, ആ അക്ഷരനായ പുരുഷനെ തന്നെ, ആത്മാനം ആത്മാവെന്ന്, നിങ്ങളുടെയും മറ്റെല്ലാ പ്രാണികളുടെയും പ്രത്യക് സ്വരൂപമെന്ന്, ജാനഥ അറിയുവിൻ. ഹന്യാ വാച മറ്റു വാക്കുകളെ, അപരവിദ്യാരൂപങ്ങളായ മറ്റു വാക്കുകളെ, വിമുഞ്ചത വിടുവിൻ ഉപേക്ഷിക്കുവിൻ. അമൃതസ്യ അമൃതത്തിന്, മോക്ഷപ്രാപ്തിക്ക്, സേതു അത് ഒരു ചിറയായി വഴിയായി, ഏഷ ഇതാകുന്നു. അമൃതത്തിന് മോക്ഷപ്രാപ്തിക്കുള്ള വഴി ഇതാകുന്നു. അക്ഷരബ്രഹ്മത്തെ തന്നെ മനസ്സിലാക്കുവാൻ പ്രയാസമുള്ളത് കൊണ്ട് ആണ്, നല്ലവണ്ണം മനസ്സിലാക്കുന്നതിനായിട്ടാണ് വീണ്ടും വീണ്ടും അക്ഷരബ്രഹ്മത്തെക്കുറിച്ച് പറയുന്നത്. അല്ലയോ ശിഷ്യരെ, ഏത് അക്ഷരനായ പുരുഷനിലാണോ ദ്യൗവും പൃഥിവിയും അന്തരീക്ഷവും മറ്റെല്ലാ കരണങ്ങളോടും കൂടി മനസ്സും സമർപ്പിതമായിരിക്കുന്നത്, സർവാശ്രയനായും അദ്വിതീയനായും ഉള്ള ആ പുരുഷൻ തന്നെയാണ് നിങ്ങളുടെയും മറ്റെല്ലാ ജീവജാലങ്ങളുടെയും പ്രത്യക് സ്വരൂപം എന്നറിഞ്ഞ് അപരവിദ്യാരൂപങ്ങളായ മറ്റുള്ള വാക്കുകളെ വിട്ടുകളയുവൻ. ആ വാക്കുകൾ വെളിപ്പെടുത്തുന്നതെല്ലാം കർമ്മങ്ങളും അവയ്ക്കുള്ള സാധനങ്ങളുമാണ്. മോക്ഷപ്രാപ്തിക്കുള്ള സേതുവാകട്ടെ ഈ ആത്മജ്ഞാനം ആകുന്നു. സംസാരമഹോദധിയെ തരണം ചെയ്യുന്നതിന് ഹേതുവാകിയാൽ ആണ് ആത്മജ്ഞാനത്തെ സേതു എന്ന് പറഞ്ഞത്. ഈ അർത്ഥത്തിൽ തമേവ വിദിത്വാദിമൃത്യു മേദിനാന്യ പന്ഥാ വിദ്യതേയനായ, അവനെ തന്നെ അറിഞ്ഞാലേ മരണമില്ലാത്ത പദത്തെ പ്രാപിക്കുകയുള്ളൂ, അതിൽ എത്തുന്നതിന് വേറെ വഴിയില്ല എന്ന് ശ്രുതിയുണ്ട്. അപ്പോൾ ആ അക്ഷരബ്രഹ്മത്തിനെ മനസ്സിലാക്കുവാൻ വേണ്ടി അപരവിദ്യകളായ എല്ലാ കാര്യങ്ങളെയും വിട്ടുകളയണം എന്നാണ് പറയുന്നത്. മോക്ഷപ്രാപ്തിക്കുള്ള സേതു ആത്മജ്ഞാനമാകുന്നു. മോക്ഷം കിട്ടണം എന്നുണ്ടെങ്കിൽ ആത്മാവിനെക്കുറിച്ച് അറിയണം, അവനവനെ തന്നെ അറിയണം. സ്വന്തം ആത്മാവ് എന്താണെന്നറിഞ്ഞാൽ ആത്മജ്ഞാനം ആയി. ആ ആത്മജ്ഞാനത്തിനെ എന്താണ് പറയുന്നത്? ആത്മജ്ഞാനമാണ് മോക്ഷപ്രാപ്തിക്കുള്ള വഴി. അക്ഷരബ്രഹ്മത്തിലേക്ക് എത്തിച്ചേരാനുള്ള വഴിയും ഈ ആത്മജ്ഞാനമാണ്. ആത്മാവ് എന്താണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. സ്വയം ആത്മജ്ഞാനം എന്ന് പറഞ്ഞാൽ സ്വന്തം ആത്മാവ് എന്താണെന്ന് തിരിച്ചറിയണം. അത് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ
നമുക്ക് വളരെ വേഗത്തിൽ മോക്ഷം പ്രാപിക്കാം എന്നുള്ള കാര്യമാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ അക്ഷരബ്രഹ്മം എന്താണെന്ന് പറഞ്ഞു. അക്ഷരബ്രഹ്മത്തിനെ പ്രാപിക്കാനുള്ള, ലക്ഷ്യത്തിനെ പ്രാപിക്കാനുള്ള എന്തെല്ലാം ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞു. അത് കഴിഞ്ഞ് പറയുകയാണ് നമ്മൾ സ്വയം അറിയണം, നമ്മുടെ ആത്മാവ് എന്താണെന്ന്, ആത്മാവിനെക്കുറിച്ച് നമ്മൾ അറിയണം. അത് അറിഞ്ഞാൽ മാത്രമേ നമുക്ക് മോക്ഷം വളരെ വേഗത്തിൽ ലഭിക്കുകയുള്ളൂ. അതിനുള്ള ഏറ്റവും നല്ല വഴി, ഏറ്റവും നല്ല സേതു, ഏറ്റവും നല്ല വഴി ആത്മജ്ഞാനമാണ് എന്നുള്ള കാര്യമാണ് ഇവിടെ ഈ മന്ത്രത്തിൽ പറയുന്നത്.